ആഹാ. ജനപ്രിയ ഗായകനും ജനപ്രിയ കാമുകനുമായ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ദേവത. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖങ്ങൾ. ഓക്കെ. ഇപ്പൊ നീ ഏത് പാട്ടാ ഇന്ന് പാടാൻ ഉദ്ദേശിക്കുന്നത്? അതെ, ഏത് പാട്ടാണ്? യെസ്, വെരി ബ്യൂട്ടിഫുൾ നീ സോങ്. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? മനസ്സിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും എന്നാലും കുപ്പികളെ ഇട്ട് വന്നേക്കണ, കഷ്ടപ്പെട്ട് കുപ്പികളെ ഇട്ടിട്ട് വന്നേക്കല്ലേ. അങ്ങനെ ഇപ്പൊ വേണ്ട മീനുട്ടി. അതിന്റെ ആവശ്യമില്ല. എന്തൊരു പാട് പറഞ്ഞറിയ ഈ കുപ്പികളൊക്കെ കയ്യിൽ കയറ്റി ഇത്രയും കുപ്പികളെ. ഇത്ര ചാടയാണെങ്കിൽ വേണ്ട. ഒരുപാട് നിന്റെ വിചാരം നമുക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഈ കുർത്ത കലക്കിയിട്ടുണ്ട്. കുർത്ത അതെ അതെ, അതിന്റെ ഇടയിൽ നിറച്ചിങ്ങനെ മിന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ. വർഷം 1977. സിനിമ സുജാത. പാടിയത് കെ ജയസുദാസ് സാറ്. ലിറിക്സ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറ്. ഓക്കെ. മ്യൂസിക് രവീന്ദ്ര ജെയിൻ. രവീന്ദ്ര ജെയിൻ സർ. യെസ് 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 യെസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.
കലക്കി കുട്ടാ. എന്തും ഇന്ന് നല്ലൊരു ശ്രമമായിരുന്നു മോന്റെ ഭാഗത്തു നിന്ന് നടന്നത്. ഇങ്ങനെ ഒരു പാട്ട്, ഇത്തിരി ടഫായിട്ടുള്ള പാട്ടാണ്. ആ. പല ഭാഗങ്ങളും മനോഹരമായിരുന്നു. അപ്പൊ ഇതിലുണ്ടായ കുറച്ച് മിസ്റ്റേക്കുകൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ കുഞ്ഞു പ്രായത്തിൽ ഈ പാട്ട് ഇത്രയും മനോഹരമായിട്ട് പാടിയത് വലിയൊരു കാര്യം തന്നെയാണ്. Thank അപ്പോൾ എല്ലാം വെച്ചൊന്ന് നോക്കുമ്പോ ഇന്നത്തെ മാർക്ക് 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. നീ ഇന്നൊരു 100 നീ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് അല്ലേ? എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടുമായിരിക്കും എന്നൊക്കെയുള്ള ഒരു ചെറിയ പ്രതീക്ഷ നിനക്ക് ഉണ്ടായിരുന്നു അല്ലേ? സാരില്ല. പക്ഷെ നിനക്ക് ഇതാ ഇവിടെ ഒരു സമ്മാനം എത്തിയിട്ടുണ്ട് എന്ത് സമ്മാനം എന്നൊക്കെ പറഞ്ഞിരുന്നു. ആരോ തരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവര് പിന്നീട് അത് സമ്മാനം തരില്ല, വേണ്ടാന്ന് വെക്കുകയായിരുന്നു. അത്രേ ഉള്ളൂ. രഞ്ജിത്ത് എന്ന് പറഞ്ഞ പത്തനംതിട്ടയിലുള്ള ഒരാളെ ഒരു സമ്മാനം അയച്ചു തരാൻ ഭയങ്കര ഏത് പാട്ടാന്നറിയാം? ഏത് പാട്ട് കേട്ടിട്ടായിരുന്നു? വിളക്ക് വെക്കും എന്നുള്ള ആ അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സമ്മാനം അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ നീ രണ്ടാമത് പാടിയ പാട്ട് കേട്ട പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് വേണ്ട. അത് ക്യാൻസൽ ചെയ്തു. നീ കൈ നീട്ടിയ കൈയെ തിരിച്ചു. അതെ. പക്ഷെ അവിടെ കൊണ്ട് പിന്നെ നീ അത് കഴിഞ്ഞ ദിവസം ഒരു പാട്ടുള്ളൂ, വാനം പാടി. അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പുള്ളി സമ്മാനം ഇവിടെ എത്തിച്ചു. വീണ്ടും എത്തിച്ചിട്ടുണ്ട്. ഈ സമ്മാനം തന്നിരിക്കുന്നത് രഞ്ജിത്ത് ഫ്രം പത്തനംതിട്ടയാണ്. വാ ഓടി വേണം. എനിക്കറിയില്ല ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന എന്തിനാണിത്. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒന്നും അല്ല. ഇത് രഞ്ജിത്ത് ഏട്ടൻ, പത്തനംതിട്ടയിൽ രഞ്ജിത്ത് ഏട്ടൻ നിനക്ക് തന്നതാ കേട്ടോ. തുറന്നു കാണിക്കണേ. അവന്റെ മുഖമൊക്കെ വാടി പിന്നെ തിരിച്ചെടുത്തെന്ന് പറഞ്ഞപ്പോ. ഫോണാണോ? അല്ലല്ല, പിന്നെ ചേച്ചിക്കൊരു എതിരാളിയാവുമോ? വാച്ചാണ്. അതെ. ആഹാ, കോളടിച്ചല്ല. രഞ്ജിത്തങ്ങള് വെരി താങ്ക്സ്. അപ്പൊ ഏതായാലും കോളടിച്ചു അല്ലേ? ആ, അപ്പൊ നമ്മുടെ ദേവതീർത്ത് കുട്ടനെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്ത ആ രഞ്ജിത്തിന്റെ നമുക്ക് ഒരു പൂക്കുറ്റി കൊടുത്തേക്കാം. ആ നല്ല മനസ്സിന് ആടി ഒരു രഞ്ജിത്ത് പൂക്കുറ്റി. താങ്ക് യു.